ഒരു 10 മിനിറ്റ് സമയമുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പാൻ പിസ്സയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് പാൻ കേക്ക് ഉണ്ടാക്കിയിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ പാൻ കേക്കിൻ്റെ മുകളിലാണ് നമ്മൾ ഇതിൻ്റെ മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഈ പാൻ കേക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന പിസ്സ ആയതുകൊണ്ട് ഇതിൻ്റെ ബേസ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക, നല്ല പഞ്ഞി പോലെ ഉണ്ടാവും. പിന്നെ നമ്മുടെ കയ്യിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ സവാളയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ മാത്രം വെച്ചിട്ട് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേസ്റ്റി പിസ്സ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പിസ്സയുടെ ബേസിന് മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി, ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടികളെല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി മിക്സ് ചെയ്യാം. ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ വാനില എസൻസും അതുപോലെ 4 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. 4 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊന്നും കട്ട പിടിക്കാതെ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂൺ മുഴുവനായിട്ട് ബാറ്റർ എടുത്തിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അധികം നേരിയതായിട്ടല്ല, കുറച്ചൊരു നമ്മുടെ ഉഴുന്ന് ദോശയുടെയൊക്കെ ഒരു ഇതിലാണ് ഞാനിപ്പോൾ പരത്തി കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ, അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പാൻ കേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് സമയം മാത്രമേ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. അത്രയും സമയം കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇത് വെന്ത് കിട്ടും. അപ്പോൾ 1 മിനിറ്റ് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. പാൻ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അടിഭാഗമൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ പാൻ കേക്ക് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് മുഴുവൻ പാൻ കേക്കും റെഡിയാക്കി എടുക്കാം. അങ്ങനെ പാൻ കേക്ക് മുഴുവനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പിസ്സയിൽ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പിസ്സ സോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ടൊമാറ്റോ കെച്ചപ്പിൽ കുറച്ച് ഒറിഗാനോയും ബേസിൽ ലീവ്സും കുറച്ച് ഗാർലിക് പൗഡറൊക്കെ ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു സോസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രം ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാം, ഈ പിസ്സ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതുപോലെ പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ പിസ്സ സോസ് ഉണ്ടാക്കുന്നത് മുന്നേ ഇട്ട പിസ്സയുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ചേർത്താലും മതി. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മൊസറല്ല ചീസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ചെഡാർ ചീസ് കൂടി ഉണ്ടെങ്കിൽ ചേർത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ കുറച്ച് സവാള, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ റെഡ് ബെൽ പെപ്പർ, അതുപോലെ കുറച്ച് ബ്ലാക്ക് ഒലീവ്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാൻ കേക്കിൽ നിന്നും ആദ്യം ഒരെണ്ണം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പിസ്സ സോസ് ഒരു ടേബിൾ സ്പൂൺ വരെ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചീസ് നിറയെ വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത ചിക്കൻ അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ സവാള, ക്യാപ്സിക്കം, നമ്മൾ എടുത്തു വെച്ച എല്ലാ വെജിറ്റബിൾസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബ്ലാക്ക് ഒലീവ്സും അതുപോലെ റെഡ് ബെൽ പെപ്പറൊന്നും ഇല്ലെങ്കിലൊന്നും കുഴപ്പമില്ല. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ്, അതായത് സവാളയും തക്കാളിയും ഒക്കെ മാത്രം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബെൽ പെപ്പർ ഞാൻ ഇതുപോലെ വെറുതെ ഭംഗിക്ക് മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതൊക്കെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കൂടി ചീസ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇവിടെ പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ പിസ്സ വെച്ച് കൊടുക്കാം. നല്ല സൂക്ഷിച്ചെടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പാൻ കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ചെടുത്ത് വെക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം.
നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചീസ് മെൽറ്റാകുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം 1 മിനിറ്റ് സമയം മാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. അപ്പോഴേക്കും തന്നെ ചീസ് മുഴുവനായിട്ട് മെൽറ്റായിട്ട് വരും. ആ ഒരു സമയം മാത്രം മതി. അപ്പോഴേക്കും ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസും ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം 1 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കിനി ഈ പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ സോസിൽ ഒറിഗാനോയും ബേസിൽ ലീവ്സും ഒക്കെ ചേർത്തതുകൊണ്ട് വേറെ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൂടി ഒരല്പം ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി പാൻകേക്ക് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുഴുവൻ പാൻകേക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പിസ്സ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടാണ് ഇതിൻ്റെ ബേസ് ഇരിക്കുന്നത്. പാൻകേക്ക് ആയതുകൊണ്ട് തന്നെ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുക. കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ബേസിൽ മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പാൻകേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും ഇതിൻ്റെ ബേസിന്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ചീസൊക്കെ നല്ല വലിഞ്ഞു വരുന്ന അടിപൊളി പിസ്സയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പിസ്സ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്